നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു റോഡ് ട്രിപ്പിനെ കുറിച്ചിട്ടാണ്. ഡൽഹിയിൽ നിന്നും ലണ്ടൻ വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു റോഡ് ട്രിപ്പാണിത്. 16,000 കിലോമീറ്റർ, 52 ദിവസം, 18 രാജ്യങ്ങൾ എന്നിവയാണ് ഈ റോഡ് ട്രിപ്പിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡ് ട്രിപ്പിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. സഞ്ജയ് മദൻ ആൻഡ് ലോകേഷ് അഗർവാൾ എന്നീ രണ്ടാളുകൾ ചേർന്നിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയാണ് അഡ്വഞ്ചേഴ്സ് ഓവർ ലാൻഡ് എന്ന് പറയുന്ന ഈ കമ്പനി. ഈ ഒരു കമ്പനിയാണ് ഡൽഹിയിൽ നിന്നും ലണ്ടൻ വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു റോഡ് ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയാണ്. ഈ 22 ലക്ഷം രൂപയ്ക്ക് എല്ലാവിധ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളുടെ ബസ് ഒരു ലക്ഷറി ബസ്സാണ്. ആ ബസ്സിൻ്റെ യാത്രാ ചിലവുകൾ കംപ്ലീറ്റ്, അതുപോലെ താമസം, ഭക്ഷണം, വിസ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതുപോലെ ലോക്കൽ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഗൈഡ്, അതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലുള്ള എൻട്രി, ഇതെല്ലാം കവർ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ട്രിപ്പിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് കയറി നോക്കാം. ആ വെബ്സൈറ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഗൂഗിളിൽ കയറിയിട്ട് അഡ്വഞ്ചേഴ്സ് ഓവർ ലാൻഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതിൽ അഡ്വഞ്ചേഴ്സ് ഓവർ ലാൻഡ്.comൻ്റെ താഴെ തന്നെ റോഡ് ടു ലണ്ടൻ 2021 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വെബ്സൈറ്റ് ലോഡാവും. സോ വെബ്സൈറ്റിൽ ഇപ്പോൾ ലോഡായിട്ടുണ്ട്. റോഡ് ടു ലണ്ടൻ കുറച്ച് കാറുകളുടെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ലണ്ടൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ. അതിൻ്റെ ഇമേജസാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്ന അതിൻ്റെ റൂട്ട് മാപ്പും പഴയ ട്രിപ്പിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം റൂട്ട് മാപ്പ് കാണാം. റൂട്ട് മാപ്പ് ഏതിലൂടെയാണ് പോകുന്നത്, ഇന്ത്യയിൽ നിന്നും തായ്ലൻഡൊക്കെ വഴി മ്യാൻമാർ വഴി പോകുന്നതിനെ പറ്റിയും മറ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. ദെൻ ഐറ്റിനറി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. സോ വീക്ക് 1 ഓരോ വീക്കായിട്ടാണ് നടക്കുന്നത്. വീക്ക് 1 ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡ്. ദെൻ അവിടെ നിന്ന് വീക്ക് 2 ലാവോസ്, ചൈന. ദെൻ അതിനുശേഷം വീക്ക് 3 ചൈനയിൽ നിന്നും പിന്നീട് ചൈന തന്നെയാണ്. വീക്ക് 3 കംപ്ലീറ്റ് ചൈന തന്നെയാണ്. പിന്നീട് വീക്ക് 4 വരുമ്പോൾ ചൈന ഉണ്ട്, കിർഗിസ്ഥാൻ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്. ദെൻ അഗെയിൻ വീക്ക് 4ലേക്കാണ് പോകുന്നത്. വീക്ക് 5ലേക്കാണ് വരുന്നത്. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, റഷ്യ, ഇങ്ങനെ 3 രാജ്യങ്ങളാണ്. ദെൻ വീക്ക് 6 വരുമ്പോൾ റഷ്യയിൽ നിന്നും ലാറ്റ്വിയ, ലിത്വാനിയ, അങ്ങനെ 3 രാജ്യങ്ങളാണ്. ദെൻ വീക്ക് 7 ഇത് അവസാനിക്കും. വീക്ക് 7 കംപ്ലീറ്റ് യൂറോപ്പ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. യൂറോപ്പിലെ പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, നെതർലാൻഡ്സ്, ബെൽജിയം, ഫ്രാൻസ് വഴി യുണൈറ്റഡ് കിങ്ഡത്തിൽ എത്തും. ഇതിനാണ് 22 ലക്ഷം രൂപ ചിലവ് വരുന്നത്. ദെൻ അവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഫ്ലൈറ്റ് വഴിയോ മറ്റോ വരാം താല്പര്യമുള്ള ആൾക്ക്. അല്ലെങ്കിൽ തിരിച്ച് അത്രയും എമൗണ്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് ആ ബസ്സിൽ തന്നെ ആളുകളെ തിരിച്ചു കൊണ്ടുവരും. അതാണ് ഇതിലൊരു പാക്കേജ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം വാട്ട് ടു എക്സ്പെക്റ്റ് എന്നുള്ളൊരു സംഭവം കാണാം. അതായത് നമ്മൾ യാത്രയുടെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ പാലിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ താമസം എവിടെയായിരിക്കും, താമസം ചില സ്ഥലത്ത് എല്ലായിടത്തൊന്നും ഹോട്ടൽസ് ഉണ്ടാവില്ല. ദെൻ ഡൗൺലോഡ് ബ്രോഷർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാം. ദെൻ ടീം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നീ ഡീറ്റെയിൽസൊക്കെ അറിയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, 22 ലക്ഷം രൂപയാണ്, വലിയൊരു തുകയാണ്, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എങ്കിലും ഇത് ഒരു ആഗ്രഹമായിട്ട് നമുക്ക് മനസ്സിൽ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഏകദേശം 10ഓളം 15ഓളം രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധകളൊന്നുമില്ല. അവർ ഇതിനുവേണ്ടി മാത്രമായിട്ടാണ് ജീവിക്കുന്നത്. വലിയ കോടീശ്വരന്മാരോ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. പിന്നെ ഈ 2021 ഏപ്രിൽ ആകുമ്പോഴേക്കുമാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 18 സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 8 വരെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 52 ദിവസം ആണ് വന്നിരിക്കുന്നത്. സോ അപ്പോഴേക്കും കൊറോണയൊക്കെ ലോകത്തു നിന്ന് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരും ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ തൊഴിലുകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.